നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ഇന്നലെ വലൻസിയയ്ക്കെതിരെ അവസാന ഘട്ടത്തിലാണല്ലോ വിജയിച്ച് കയറിയത്. വിനി ജൂനിയറുടെ റെഡ് കാർഡും മറ്റുമൊക്കെ ഉണ്ടായ മത്സരം, ബെല്ലിംഗാം ഒരു പെനാൽറ്റി മിസ് ചെയ്ത മത്സരം, അതേ ബെല്ലിംഗാം തന്നെ ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചടുക്കിയ മത്സരം. ആ കളിയിൽ ലൂക്ക മോഡ്രിച്ച് 40 വയസ്സിനോടടുക്കുമ്പോഴും മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് വിസ്മയിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കൊന്നെടുത്ത് നോക്കണം. ഇന്നലെ അദ്ദേഹം ആകെ കളിച്ച 19 മിനിറ്റിൽ ഒരു ഗോള്, 23 ടച്ചുകൾ, 17 പാസിൽ 15 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 3 ലോങ് ബോളുകളിൽ 2 ലക്ഷ്യത്തിലേക്ക്, ഒരു ഇൻ്റർസെപ്ഷൻസ്, 4 റിക്കവറീസ്, ഒരു ടാക്കിള്. സോ 39 വയസ്സിലാണ് ഈ തീപ്പൊരി പ്രകടനം നടത്തുന്നത്. അതോടുകൂടി ലൂക്കയോടൊരു ചോദ്യം, ഡു യു നോ യു ആർ ദി ഓൾഡസ്റ്റ് പ്ലെയർ ടു സ്കോർ എ ഗോൾ ഫോർ റയൽ മാഡ്രിഡ്. റയലിനു വേണ്ടി ഗോളടിച്ച ഏറ്റവും പ്രായം കൂടിയ താരമായി നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, വെൽ, എനിക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റും, എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഓൾറെഡി റയലിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനായിട്ടുണ്ടല്ലോ. സോ ഐ സപ്പോസ്ഡ് ഐ വുഡ് ബി ദി ഓൾഡസ്റ്റ് ടു സ്കോർ. ഞാൻ പ്രായം കൂടിയ ഗോളടിക്കാരനും ആവും എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ ഗോൾ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഗോളിൻ്റെ പ്രത്യേകതയല്ല, എത്ര മനോഹരമായിട്ടുള്ളൊരു പാസ്സാണ് ബെല്ലിംഗാം തന്നത്. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പാസ്സായിരുന്നു. അങ്ങനെ ഒരു പാസ് കിട്ടിയാൽ പിന്നെ ഗോളടിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ ചോദ്യം. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നത്, ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഞങ്ങളുടെ വിശ്വാസം, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴാണ് ഞങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിക്കുന്നത്. ഇതാണ് റയൽ മാഡ്രിഡ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം, ഫൈറ്റ് ചെയ്യുക, നെവർ ഗിവ് അപ്പ് എന്നുള്ളത്. സോ ഇറ്റ്സ് വെരി ഗുഡ് വെൻ യു വിൻ ലൈക്ക് ദിസ്. ഇറ്റ് ഗിവ് അസ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് എന്നുകൂടി ലൂക്ക മോഡ്രിച്ച് പറഞ്ഞു. ലൂക്ക മോഡ്രിച്ചിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നുവോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡ് ഒരുക്കമാണ് എന്നുള്ള വാർത്ത കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതായത് അദ്ദേഹത്തിന് തുടരണമെന്നാണെങ്കിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അതല്ല അദ്ദേഹം റിട്ടയർ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതും ആക്സെപ്റ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് തയ്യാറാണ് എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ലൂക്ക മോഡ്രിച്ച് എന്ന ലെജൻഡിനെ അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിൽ ട്രീറ്റ് ചെയ്യുകയാണ് റയൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.